ഭോഗ നരസിംഹമൂർത്തിയും യോഗ നരസിംഹമൂർത്തിയും ഒരേപോലെ വാഴുന്ന ഒരു ക്ഷേത്രത്തെ നമുക്ക് പരിചയപ്പെടാം. കർണാടകയിലെ തുംകൂറിനടുത്തുള്ള ദേവരായന ദുർഗയിൽ 4000-ഓളം അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മലയിൽ കുടികൊണ്ട് അനുഗ്രഹവർഷം ചൊരിയുന്ന ആപൽ ബാന്ധവനായിട്ടുള്ള മൂർത്തിയാണ് ശ്രീ യോഗ നരസിംഹം. ഏറെ ഐതിഹ്യ പെരുമയാർന്ന ഒരു നരസിംഹ ക്ഷേത്രമാണ് ഇത്. സത്യയുഗത്തിൽ 1000 വർഷക്കാലം ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് തപസ്സനുഷ്ഠിച്ചു എന്നാണ്. ഈ സമയത്ത് ഭഗവാൻ അവിടെ യോഗ നരസിംഹമൂർത്തിയായി ബ്രഹ്മാവിന് ദർശനമരുളി എന്നാണ്. അക്കാലത്ത് ഈ മലയുടെ പേര് ഉത്കില പർവ്വതം എന്നായിരുന്നു. ത്രേതായുഗത്തിൽ ലക്ഷ്മണൻ, സീത എന്നിവർക്കൊപ്പം ശ്രീരാമൻ ഈ നരസിംഹമൂർത്തിയെ ദർശിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ ശ്രീരാമൻ സൃഷ്ടിച്ചതായി കരുതപ്പെടുന്ന ഒരു നീരുറവ ഇവിടെ ഇന്നും കാണാം. അതിനടുത്ത് ശ്രീരാമപാദവും ഇപ്പോഴും കാണാം. അന്ന് ഈ മലയുടെ പേര് സിംഹാദ്രി പർവ്വതം എന്നായിരുന്നു. ദ്വാപരയുഗത്തിൽ മഹർഷിവര്യന്മാർ പലരും ഇവിടെ വന്ന് യോഗ നരസിംഹമൂർത്തിയെ തൊഴുതു പൂജിച്ചിട്ടുണ്ട്. അന്ന് ഈ മലയുടെ പേര് ചിത്തഗിരി എന്നായിരുന്നു. ഇങ്ങനെ 3 യുഗം കണ്ട മൂർത്തിയാണ് ഈ യോഗ നരസിംഹം. യുദ്ധം ചെയ്ത് ഈ പ്രദേശം കീഴടക്കിയ മൈസൂർ ചക്രവർത്തി കൃഷ്ണരാജ ഉടയാർ മൂന്നാമനാണ് ഇതിന്റെ പേര് ദേവരായന ദുർഗ എന്ന് മാറ്റിയത്. ഹരിതഭംഗിയാർന്ന ഈ കുന്നിന്റെ മുകളിലും താഴെയും നരസിംഹമൂർത്തിയുണ്ട്. താഴെയുള്ള നരസിംഹമൂർത്തി മഹാലക്ഷ്മിയെ മടിയിലിരുത്തി ഗാംഭീര്യതയോടെ ദർശനമരുളുന്നു. ഈ നരസിംഹമൂർത്തിയെ ഭോഗ നരസിംഹം എന്നാണ് പറയുന്നത്. മലയുടെ മുകളിൽ കുടികൊള്ളുന്നതാണ് യോഗ നരസിംഹം. ചോതി നക്ഷത്ര ദിവസം ഈ ഭഗവാന് തിരുമഞ്ജനം നടത്തി വസ്ത്രമണിയിച്ച് പ്രാർത്ഥിച്ചാൽ ശത്രുഭയം അകലുമെന്നും ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഈ യോഗ നരസിംഹമൂർത്തിയെ തൊഴുത് വീണ്ടും മല കയറിയാൽ കുംഭ നരസിംഹമൂർത്തിയെ ദർശിക്കാം. അതിനടുത്തായി ഹനുമാൻ, ഗരുഡൻ എന്നിവരെയും കാണാം. കുന്നിന്റെ അടുത്ത് മഹാലക്ഷ്മിക്കും പ്രത്യേക ക്ഷേത്രമുണ്ട്. ബാംഗ്ലൂർ തുംകൂർ റോഡിൽ ബാംഗ്ലൂരിൽ നിന്നും 65 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ദേവരായന ദുർഗ ശ്രീ യോഗ നരസിംഹ ക്ഷേത്രത്തിലെത്താം.